എക്സിറ്റ് 1 അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ തമിഴത്തിനെ മതി, നല്ല മലയാളികളൊക്കെ ബിസിയാ. അപ്പൊ ഇവർക്ക് ഫോട്ടോ എടുത്തപ്പോ ഈ തമിഴത്തിനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ജ്യോതിനെ കൊടുത്തു. ഓക്കെ, ഇവർ രണ്ടിനകത്ത് കയറി. ചെറുക്കൻ മലയാളിയാ, 24-23 വയസ്സെങ്ങാണ്ടേ ഉള്ളു. വയസ്സ് ചെറിയ പയ്യനാ. എന്ത് കാണിച്ചിട്ടാന്ന് എനിക്കറിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ അവിടെ നിന്ന് ഒലി കേൾക്കുന്നു. ഈ പെണ്ണിന്റെ പൊട്ടിക്കരച്ചില്. പെണ്ണ് എല്ലാം അയച്ചിട്ടിട്ട് ടർക്കിട്ടിട്ട് ഇവിടെ പൊരിഞ്ഞു കിടക്കാൻ. ചോദിച്ചു എന്ത് നോക്കിയപ്പോ ബ്ലഡ്. ഇവിടെ എന്ത് ചെയ്തു? പെണ്ണിന് നല്ല വേണ്ടല്ലേ, ഈ ചെറുക്കനെ മേളിൽ കയറിയൊന്നും അടിച്ചോടോ. ഈ ചെറുക്കനെ കിടത്തിയിട്ട് ഈ പെണ്ണ് ഈ ചെറുക്കന്റെ മുകളിൽ കയറി അടിച്ചപ്പം ചെറുക്കൻ ചെറിയ ചെക്കനല്ലേ, പെണ്ണങ്ങ് വണ്ണുള്ളതല്ലേ, പെണ്ണങ്ങ് ആഞ്ഞടിച്ചിട്ട് ഞരമ്പ് പൊട്ടി ചെക്കന്റെ. അതും നമ്മുടെ ഈ ലിംഗത്തിന്റെ ഇവിടെ നിന്നും മേളിലോട്ട് ഒരു വരയുണ്ട്, ആ വര പൊട്ടി. പാവം എല്ലാവരും ഞങ്ങൾ സെക്യൂരിറ്റി കൊന്ന ആശുപത്രി കൊണ്ടുപോയി. പെണ്ണ് നല്ല ശക്തമായിട്ട് അടിച്ച് ഓടിഞ്ഞിടോ. ഇപ്പൊ എവിടെയാണെന്തോ ചെക്കൻ. കണ്ണിന്ന് പൊരിക്കുക, ചോര കണ്ട പറയും. ഒരിക്കലും മണ്ണുള്ള ലേഡീസും ഒരാണുങ്ങളുടെ പുറത്ത് കയറിയിട്ട് പൊന്തിച്ചിട്ട് അടിക്കില്ലേ, സാധനം പൊട്ടിപ്പൂട്ടാ. നമ്മൾ ഈ ലേഡീസിന് വികാരം കൂടുമ്പോ എല്ലാ ലേഡീസും ചെയ്യുന്നതാണത്. എന്താ പറയാ, വികാരത്തോടെ കയറി നടിക്കും. മനസ്സിലായോ? അങ്ങനെ പറ്റും. പെണ്ണ് ഇപ്പൊ ഉണ്ടോ? പെണ്ണ് ഇവിടെ ഉണ്ടോ? അവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പൊ നിർത്തി. എന്നിട്ട് എന്താ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞരമ്പ് പൊട്ടി. ഞാൻ കുട്ടികളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നല്ല ചക്കൻ മോനെ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒരുപാട് നേരം ഒരു ലേഡീനെ കൊണ്ട് തേങ്ങ പൊതിപ്പിക്കാൻ പാടില്ല. അവര് ശക്തമായിട്ട് വികാരം കയറുമ്പോൾ പൊന്തിയിരുന്ന് അടിക്കുമ്പം നിങ്ങളുടെ സുനയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ജീവിതകാലം മുഴുവനും മക്കളുണ്ടാവില്ല കേട്ടോ. ശുക്ലം ഞാൻ കുടിക്കാറുണ്ടല്ലോ. ശുക്ലം കസ്റ്റമറുടെ ഇല എനിക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ കുടിക്കും. അച്ഛനോട് ചോദിച്ചു നോക്കുക എത്ര വട്ടം വെച്ച് കുടിച്ചു എന്ന്. അച്ഛൻ പറഞ്ഞു ചോദിച്ചോക്കടാ. എനിക്ക് പേടിയാ. എനിക്ക് അധികം തന്നെ ഇരുന്ന് അടിക്കാൻ പോലെ കാലെടുക്കും. എൻ്റെ അടുത്തെന്നറിയോ, എനിക്ക് വണ്ണമുണ്ട്. അപ്പൊ ഒരുപാട് നേരം ഇരുന്ന് അടിച്ചായിരിക്കും ഇവിടെ മസിൽ കയറും. ഞാൻ ഒരുപാട് ഇരുന്ന് അടിക്കില്ല. മസിൽ കയറുമ്പിച്ചിക്ക് അടിക്കും. പക്ഷെ വേറെ പൊസിലൊക്കെ അടിക്കും. പക്ഷെ ഒരു പൊസിച്ചിൽ നിന്ന് അടിക്കാൻ പറ്റത്തില്ല. മസിൽ കയറും, കാല് കൊളുത്തി പിടിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് കയറുമ്പോ ഇമ്പത്തിലൊക്കെ അരിയും. പിന്നെ നമ്മുടെ മൂട് പോകും. എന്താ മണവാളെ, ഇന്ന് അപ്പൂസിനെ കാണാനില്ലല്ലോ. ഒലിവ് ഓയിൽ സൂപ്പർ വെയിറ്റ്. അച്ചായന് ഉറങ്ങി പോകുന്നത്. അപ്പൂസ് എവിടെ പോയോ? അപ്പൂസ് ഇവിടെ ഉണ്ട്. അച്ഛൻ പേടിച്ചോടിടാ, നാളെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നാളെ ലീവാണല്ലോ. ബേക്കറി കാണുന്നുണ്ടോ? എല്ലാം കണക്കാം. പറയാൻ ഒറ്റ പോക്കങ്ങ് ഭാര്യ ഉണ്ടാവുകയെ. അതാ എന്റെ ബലമായ സംശയം. കാർത്തും തോന്നുന്നുണ്ടാ? ഇല്ലേ ഇല്ലേ? ഓഫറുണ്ടോ? അച്ചായും പിടിന്ന് പോവും. വൈഫുള്ളല്ലേ, നീ ഉറങ്ങി കാണും. ഇനി നാളെ ദുബായിൽ ഡ്യൂട്ടിക്ക് വരുമ്പോ വരും. ഹായ് ബിജിമോൾ. ഹായ്. നമസ്കാരം.
എനിക്ക് വിശക്കുന്നു. ക്ഷീണം കൊണ്ട് പറഞ്ഞതാവും അങ്ങേര്. അടി മുറുകുമ്പോൾ രണ്ടിന് പോവാൻ മുട്ടിയിട്ടെന്ത് ചെയ്യും? അടിയോ പോടും. അടിക്കും എങ്ങനെയാണ് രണ്ടിന് പോകാൻ പറ്റുക? ആ സുഖാണോ? എല്ലാരും കള്ളു കുടിക്കുന്നു, ഞാൻ കുടിച്ചു. 2 പേരൊക്കെ ആയുള്ളൂ. മേബിള നമ്മളെ അച്ചായം പോയി പറയാണ്ട് പോയി. മര്യാദയ്ക്ക് വന്നു. അസ്ന അച്ചായം പോയി പറയാണ്ട് പോയി. ഭാര്യ എഴുന്നേറ്റുണ്ടാവും. ഭാര്യ നോക്കുന്നുണ്ട്. ഉറങ്ങിപ്പോയതാവും. എവിടെ ഇന്നത്തെ മെസ്സേജ് ഇട്ടിട്ട് വരട്ടെ. നാളെ നോക്കിയോ, നാളെ ഇവിടെ കാണും. നാളെ ഫുള്ളും പൂസായിരിക്കും. ഞാനും നാളെ കുടിക്കും. ഇവിടെ കാണും. ഓൺലൈൻ ഓഫാക്കി വെച്ചേക്കണായിരിക്കും. ഇല്ലണ്ടാവും. അല്ല പിന്നെ കഴിഞ്ഞു. പേടിയാണ് മോളെ, സത്യം. നിങ്ങളോട് തേപ്പ് ഇടുക, ഒരുപാട് തേപ്പ് ഇട്ടിത്തോട്ടെ. പേടി ആസ്ന ഉള്ളത് പറയല. ഇന്ന് ആരും എടുക്കുന്നില്ല. എന്തിന്? എന്തിനു വിളക്കം? എന്നാ അതിന് വിളങ്ങണം? അച്ചായൻ ഞാനോ? പാവ അച്ചായൻ എല്ലാം കേട്ട് തന്നോടോ. ഞങ്ങളെ കണ്ടിട്ട് പോലുമില്ല. സത്യം. ആരാ പോലും അറിയില്ല ചേച്ചിക്ക്. പക്ഷെ എന്നാലും ഒന്നും തിരിച്ചു പറയുന്നില്ലല്ലോ, സപ്പോർട്ട് ചെയ്ത് തരുന്നില്ല. അതാണ് അനിയനോടൊരു ഇഷ്ടം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തരുന്നില്ലേ? അതാണ്. ഒന്ന് തിരിച്ചും മറുപടി എല്ലാം കേട്ടിട്ടും എന്താ പറയാ, നമുക്ക് നോ നോ എന്ന് പറയണില്ലല്ലോ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. അതാണ്. ആരായാലും വിജയെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കറക്റ്റ്. അതെ, ഒരാൾ പോയി ഒരാൾ ദൈവത്തിനെ പോലെ വരും. അച്ഛൻ അങ്ങനെ പോയില്ല. ആൾ എന്നെ കണ്ടു വന്നതല്ലേ. ഞങ്ങൾ കാണുന്ന സമയത്ത് കണ്ടോട്ട് പ്രണയിക്കട്ടെ. ഹായ് ബ്യൂട്ടി. ഫിദയെ അറിയുമോ നീ? ഫിദയാ അല്ല കാർത്തു? നല്ല ആളാ. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിരിക്കുവോ അപ്പൂസേ? അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിരിക്കുവോ പറ. അതെ, നമ്മുടെ എപ്പോഴേ തെറി പറഞ്ഞേനെ.